ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. അങ്ങനെ മിസ് എന്ന് വന്നിട്ടുള്ളത് +2 സോഷ്യോളജിയിലെ കുറച്ച് ഷുവർ ക്വസ്റ്റ്യൻസ് ആയിട്ടാണ്. അതായത് നിങ്ങൾ ഉറപ്പായിട്ടും പഠിച്ചിരിക്കേണ്ട കുറച്ച് ക്വസ്റ്റ്യൻസ്. അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. ആദ്യം തന്നെ നമ്മളുടെ രണ്ടാമത്തെ ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻ ആണ്. അക്കോർഡിംഗ് ടു മാൽത്തൂഷ്യൻ തിയറി ഓഫ് പോപ്പുലേഷൻ ഗ്രോത്ത്, പോപ്പുലേഷൻ റൈസസ് ഇൻ ഡാഷ്. അതായത് ജനസംഖ്യാ വർധനവിനെ കുറിച്ചുള്ള മാൽത്തൂഷ്യൻ സിദ്ധാന്തത്തിൽ ജനസംഖ്യ വർദ്ധിക്കുന്നത് ഒരു പ്രത്യേക രീതിയിലാണെന്ന് ഉള്ളത് നമ്മൾ എല്ലാവരും പഠിച്ചിട്ടുള്ള കാര്യമാണ്. അത് ഏത് രീതിയിലുള്ളതായിരുന്നു? ഓപ്ഷൻസ് എന്ന് പറയുന്നത് സമാന്തര ശ്രേണി, ജാമിതീയ ശ്രേണി, ഏകതാനമായ ശ്രേണി, അതുപോലെ തന്നെ ഇവയൊന്നും അല്ല എന്നുള്ളതാണ് നമ്മുടെ 4 ഓപ്ഷൻസ് ആയിട്ടുള്ളത്. അപ്പൊ നോക്കൂ, ഇതിന്റെ ഉത്തരം എന്ന് പറയുന്നത് ആൻസർ ബി ആണ്. അതായത് ഒരിക്കലും മറന്നു പോകരുത്, ജാമിതീയ ശ്രേണിയിൽ അഥവാ ജോമെട്രിക് പ്രോഗ്രഷനിലാണ് എന്ത് പോകുന്നത്? പോപ്പുലേഷൻ ഗ്രോത്ത് പോകുന്നത്. അതായത് അതിന് മിസ് ഒരു കോഡും കൂടെ ഇത് പെട്ടെന്ന് മറന്നു പോകാതിരിക്കാൻ, അല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ പഠിച്ചു പോയ കാര്യമാണെങ്കിലും ചിലപ്പോൾ എന്ത് ചെയ്യും, എക്സാം ഹാളിലേക്ക് എത്തുമ്പോൾ ഇങ്ങനെ ഓപ്ഷൻസ് ഒക്കെ കാണുമ്പോൾ ചില ആളുകൾക്കെങ്കിലും എന്തെങ്കിലും ഒരു കൺഫ്യൂഷൻ വരികയാണെങ്കിൽ ഓർത്ത് വെച്ചാൽ മതി. പോപ്പുലേഷൻ ഗ്രോത്ത് മീൻസ് PG. അത് എന്തിലാണ്? ജോമെട്രിക് പ്രോഗ്രഷനിലാണ്, അതായത് GP ആണ്. ഇതിന്റെ കൂടെ തന്നെ നിങ്ങൾ ഒരു കാര്യം കൂടി ഓർത്ത് വെക്കാം. അതായത് നമ്മളുടെ ഈ അഗ്രികൾച്ചറൽ ഗ്രോത്ത്, അഗ്രികൾച്ചറൽ പ്രൊഡക്ഷനെ കുറിച്ചും ഈ ചാപ്റ്ററിൽ പറയുന്നുണ്ട്. അത് ഏത് രീതിയിലായിരുന്നു? അത് സമാന്തര ശ്രേണി അഥവാ അരിത്മെറ്റിക് പ്രോഗ്രഷൻ ആയിരുന്നു. അപ്പോൾ അഗ്രികൾച്ചറൽ പ്രൊഡക്ഷൻ ദാറ്റ് മീൻസ് AP ടു അരിത്മെറ്റിക് പ്രോഗ്രഷൻ ദാറ്റ് ഈസ് AP. അങ്ങനെ നിങ്ങൾ കണക്ട് ചെയ്യുക. ഈ PG ടു GP എന്നുള്ള ഈ ഒരു ടെക്നിക് ഉപയോഗിച്ച് നിങ്ങൾക്ക് ഇത് ഓർത്ത് വെക്കാൻ എളുപ്പമായിരിക്കും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് ഉറപ്പായിട്ടും പഠിച്ചിരിക്കേണ്ട രണ്ടാമത്തെ ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. What is tribal communities? Classify and explain tribal communities on the basis of permanent and acquired traits. ഒരുപാട് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യനിൽ കണ്ടിട്ടുള്ള ചോദ്യമാണ്. വളരെ സിമ്പിൾ ആണ്. അതായത് എന്താണ് ഗോത്ര സമുദായങ്ങൾ എന്നുള്ളത് ജസ്റ്റ് ഒന്ന് ഡിഫൈൻ ചെയ്യുക. അതിനുശേഷം എന്ത് ചെയ്യുക, അവയെ സ്ഥിരവും ആർജിതവുമായിട്ടുള്ള രണ്ട് വ്യവസ്ഥയിൽ അവയുടെ സ്ഥിരവും അതുപോലെ തന്നെ ആർജിതവുമായിട്ടുള്ള സവിശേഷതകളുടെ അടിസ്ഥാനത്തിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് തരംതിരിച്ചു കൊടുക്കുക. അപ്പൊ ഇത് അത്യാവശ്യം നല്ല മാർക്കിന് 6 മാർക്ക് മുതൽ 8 മാർക്ക് വരെയൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പൊ എന്ത് ചെയ്യുക, വളരെ ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, ഉറപ്പായിട്ടും പഠിച്ചു വെക്കുക. അപ്പൊ നമുക്കറിയാം ട്രൈബ് എന്ന് പറയുന്നത് എന്താണെന്നുള്ളത് അറിയാം. അതൊരു മോഡേൺ ടേം ആണ്. അത് റെഫർ ചെയ്യുന്നത് ആരെയാണ്? ഓൾഡസ്റ്റ് കമ്മ്യൂണിറ്റീസ് എമംഗ് ദി ഇൻഹാബിറ്റൻസ് ഓഫ് ദി സബ് കോണ്ടിനെന്റ് ക്ലാസിഫിക്കേഷൻ ഓഫ് ട്രൈബൽ സൊസൈറ്റീസ്. അതായത് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ ആദിമ നിവാസികളിൽ ഏറ്റവും പഴക്കമുള്ള സമുദായങ്ങളെ സൂചിപ്പിക്കുന്ന ഒരു പദമാണ് എന്തെന്ന് പറയുന്നത്? ഗോത്രം എന്നുള്ളത് കൊണ്ട് ഏറ്റവും പഴക്കമുള്ള ഒരു വിഭാഗത്തെ സൂചിപ്പിക്കുന്ന പദമാണ് ഗോത്രം എന്ന് പറയുന്നത്. അപ്പൊ അവയുടെ 2 തരം സവിശേഷതകളെ കുറിച്ച് നമ്മളിവിടെ സംസാരിക്കേണ്ടായി. ഏതൊക്കെയായിരുന്നു മക്കളെ? സ്ഥിര സവിശേഷതകളും ആർജിത സവിശേഷതകളും. പെർമനന്റും അതുപോലെ തന്നെ അക്വയർഡ് ട്രെയ്റ്റ്സ് ഉണ്ട്. ഏതൊക്കെയായിരുന്നു? പെർമനന്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ റീജിയൻ, ലാംഗ്വേജ്, ഇത്തരം കാര്യങ്ങളാണ് നമ്മുടെ പെർമനന്റ് ട്രെയ്റ്റിൽ വരുന്നത്. ഫിസിക്കൽ ക്യാരക്ടറിസ്റ്റിക്സ്, എക്കോളജിക്കൽ ഹാബിറ്റ്, അപ്പൊ ഇത്തരം കാര്യങ്ങൾ, അതായത് നമ്മളുടെ കായിക സവിശേഷതകളും പാരിസ്ഥിതിക വാസസ്ഥലം, പ്രദേശം, ഭാഷ, ഇതൊക്കെ എന്താണ്? ഇതൊക്കെ സ്ഥിരമാണ് അല്ലെ? ഇതൊക്കെ പെർമനന്റ് ആയിട്ടുള്ള ഒരു വ്യക്തിയുടെ ട്രെയ്റ്റ് ആണ്. മറ്റത് ഇനിയിപ്പോ ആർജിത സവിശേഷതകൾ അല്ലെങ്കിൽ അക്വയർഡ് ട്രെയ്റ്റ്സ് എന്ന് പറഞ്ഞാൽ, ആർജിച്ചെടുക്കുക എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? നമ്മൾ നേടിയെടുക്കുന്നതാണ്. നമ്മളുടെ ഈ ഒരു ലൈഫിന്റെ ഇടയിൽ അല്ലെങ്കിൽ നമ്മുടെ ഈ ഒരു ജീവിതത്തിൽ നമ്മൾ ആർജിച്ചെടുക്കുന്ന കഴിവുകളാണ് ഏത്? അക്വയർഡ് ട്രെയ്റ്റ്സ് എന്ന് പറയുന്നത്. അത് നമ്മളുടെ മോഡ് ഓഫ് ലിവ്ലിഹുഡ് ആയിക്കോട്ടെ, അതുപോലെ തന്നെ ഇൻകോർപ്പറേഷൻ ഇൻ ടു ഹിന്ദു സൊസൈറ്റീസ്, എങ്ങനെ ഹിന്ദു സൊസൈറ്റിനോട് കോർപ്പറേറ്റ് ചെയ്യുന്നതായിക്കോട്ടെ, ഇത്തരം കാര്യങ്ങളൊക്കെ എന്തിലാണ്? നമ്മൾ ആർജിച്ചെടുക്കുന്ന കാര്യങ്ങളാണ്. നമ്മളുടെ സ്കിൽസ് നമ്മൾ ആർജിച്ചെടുക്കുന്നതാണ്. അപ്പൊ ഇത് രണ്ടുമാണ് എന്താണ് പെർമനന്റ് ആയിട്ടുള്ളതും അതുപോലെ തന്നെ അക്വയർഡ് ആയിട്ടുള്ള 2 വിഭാഗത്തിലുള്ള ട്രെയ്റ്റുകൾ എന്ന് പറയുന്നത്. നമ്മളുടെ സവിശേഷതകൾ, നമ്മളുടെ എല്ലാ ഗോത്ര വിഭാഗങ്ങളുടെ 2 തരത്തിലുള്ള സവിശേഷതകൾ എന്ന് പറയുന്നത് ഇവയാണ്. ഓക്കെ, അപ്പൊ ഇത് ഉറപ്പായിട്ടും പഠിച്ചു വെക്കേണ്ട ഒരു ക്വസ്റ്റ്യൻ ആണ്. അങ്ങനെയെങ്കിൽ നമുക്കിതാ മൂന്നാമത്തെ ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ കമ്മോഡിറ്റൈസേഷൻ ആൻഡ് കൺസംഷൻ. അതായത് വസ്തുവൽക്കരണവും അതുപോലെ തന്നെ ഉപഭോഗവും തമ്മിൽ വേർതിരിച്ചെഴുതുക. ഈ വസ്തുവൽക്കരണത്തെ നമ്മൾ മറ്റൊരു പേരിൽ തന്നെ ചരക്കുവൽക്കരണം എന്നുള്ളതും മലയാളത്തിൽ കാണാറുണ്ട്. ഇത് 2 ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ കൺഫ്യൂഷൻ ആയി പോകരുത്. അപ്പൊ നോക്കൂ, ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ കമ്മോഡിറ്റൈസേഷൻ ആൻഡ് കൺസംഷൻ. അപ്പൊ ഈ കമ്മോഡിറ്റൈസേഷന് അതിന് കുറച്ചുകൂടി ഒരു ഇമ്പോർട്ടൻസ് ഉണ്ട്. കൺസംഷനേക്കാൾ കൂടുതൽ നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പറുകളിൽ കണ്ടുവന്നിട്ടുള്ളത് ഏതാണ്? കമ്മോഡിറ്റൈസേഷൻ ആണ്. കൺസംഷൻ ഒട്ടും മോശമല്ല. അപ്പൊ എന്താണ് ഇത്? ഈ ക്വസ്റ്റ്യൻ പല രീതിയിൽ ചോദിക്കാറുണ്ട്. അതുകൊണ്ട് എന്ത് ചെയ്യുക, കൃത്യമായിട്ട് പഠിച്ചു വെക്കുക. അപ്പൊ നമുക്കറിയാം കമ്മോഡിറ്റൈസേഷൻ എന്ന് പറഞ്ഞാൽ അതൊരു പ്രോസസ് ആണ് അല്ലെ? നോൺ കമ്മോഡിറ്റി ഈസ് മെയ്ഡ് ഇൻ ടു എ കമ്മോഡിറ്റി ആൻഡ് ബിക്കം പാർട്ട് ഓഫ് ദി മാർക്കറ്റ് എക്കണോമി. എന്താണത്? ഒരു നോൺ കമ്മോഡിറ്റി എന്തായിട്ട് മാറുകയാണ്? ഒരു കമ്മോഡിറ്റി ആയിട്ട് മാറി ഒരു മാർക്കറ്റ് എക്കണോമിയുടെ ഭാഗമായിട്ട് മാറുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഈ ഒരു കമ്മോഡിറ്റൈസേഷൻ അഥവാ വസ്തുവൽക്കരണം എന്ന് പറയുന്നത്.
അതായത് നമുക്ക് വെള്ളത്തിനെയൊക്കെ ആ ഒരു കാറ്റഗറിയിൽ ഉൾപ്പെടുത്താം അല്ലെ. വെള്ളമൊന്നും മുമ്പ് എന്തായിരുന്നില്ല, ഒരു ഉപഭോഗ വസ്തു ആയിരുന്നില്ല, അല്ലെങ്കിൽ നമ്മൾ കൺസ്യൂം ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റ് ഒന്നും അല്ലായിരുന്നു. പിന്നീട് കുറച്ചു കാലങ്ങളായിട്ടേ ഉള്ളൂ നമ്മൾ അതിനെ കുപ്പിയിലൊക്കെ ആക്കി പല തരത്തിൽ ശീതീകരിച്ചിട്ടും അങ്ങനെ പല രീതിയിൽ പല കളറുകളൊക്കെ ആക്കി വിൽപ്പന ചരക്കാക്കി മാറ്റുന്നത്, അതായത് ഒരു വസ്തുവൽക്കരിക്കുന്നത് കുറച്ചു കാലങ്ങളായിട്ടേ ഉള്ളൂ. അപ്പൊ അത് അതിനൊരു ഉദാഹരണമായിട്ട് നമുക്ക് പറയാവുന്നതാണ്. ആൻഡ് ഓൾസോ കൺസംഷൻ അല്ലെങ്കിൽ ഉപഭോഗം എന്ന് പറയുന്നത് എന്താണ്, അതിന് ഒരുപാട് സിംബോളിക് മീനിങ് ഉണ്ട്, അല്ലെങ്കിൽ അത് ഒരുപാട് സാമൂഹിക വ്യത്യാസങ്ങൾ സൃഷ്ടിക്കുന്നുണ്ട്. അത് മാത്രമല്ല ഒരാളുടെ സാമൂഹിക സാമ്പത്തിക പദവിയൊക്കെ നമുക്ക് കൺസംഷനിലൂടെ കാണാൻ വേണ്ടി സാധിക്കും. അപ്പൊ ഈ മാളുകള്, അപ്പൊ ഇത്തരം ഷോപ്പിംഗ് മാളുകളുടെയൊക്കെ ഈ ഒരു പുരോഗതി നമ്മുടെ നാട്ടിലുണ്ടായത് ഈ ഒരു കൺസംഷൻ എന്ന് പറയുന്ന ഈ ഒരു ആശയം വന്നതോടുകൂടി, അല്ലെങ്കിൽ ഈ ഒരു പ്രോസസ്സ് വന്നതോടുകൂടിയാണ്. അപ്പൊ ഓർത്ത് വെക്കുക, കമ്മോഡിറ്റൈസേഷനും കൺസംഷനും എന്താന്നുള്ളത് കൃത്യമായിട്ട് പഠിക്കാം. മാത്രമല്ല ഈ കമ്മോഡിറ്റൈസേഷൻ ഒരു കാര്യം കൂടെ പറയാം. മറ്റൊരു ചോദ്യം കണ്ടിട്ടുള്ളത് എന്താണ്, വാട്ട് ഈസ് കമ്മോഡിറ്റൈസേഷൻ, അല്ലെങ്കിൽ വസ്തുവൽക്കരണം എന്ത്, ഉദാഹരണ സഹിതം വിശദീകരിക്കുക. അങ്ങനെ ആ രീതിയിലും നമ്മൾ ചോദ്യങ്ങൾ കാണാറുണ്ട്. ഇനിയിപ്പോ ഇതിന് പകരം അങ്ങനെയാണ് ചോദിക്കുന്നതെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ഒരു വെള്ളത്തിന്റെയോ അതേപോലെ നിങ്ങൾക്ക് അറിയുന്ന, അതെന്നെ പറയണമെന്നില്ല, നിങ്ങൾക്ക് അറിയുന്ന വസ്തുവൽക്കരിക്കപ്പെട്ട, അതായത് മുമ്പ് മാർക്കറ്റിന്റെ ഭാഗമല്ലാതെ പിന്നീട് മാർക്കറ്റിന്റെ ഭാഗമായി മാറിയിട്ടുള്ള ഏതൊരു പ്രൊഡക്റ്റും നിങ്ങൾക്ക് ഇതിന് എക്സാമ്പിൾ ആയിട്ട് വെച്ച് എഴുതാവുന്നതാണ്. ഓക്കെ, റൈറ്റ്. ഇനി നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, നാലാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, റൈറ്റ് എനി 2 dimensions ഓഫ് അൺടച്ചബിലിറ്റി. തൊട്ടുകൂടായ്മയുടെ ഏതെങ്കിലും 2 dimensions എഴുതാനാണ്. ഒരുപക്ഷെ ഈ ഒരു പലതരത്തിൽ പല വിധത്തിലുള്ള മാർക്കിന് നമ്മൾ ഈ ഒരു ചോദ്യം കാണാറുണ്ട്. ഒരുപാട് ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണാറുള്ള ഒരു ചോദ്യമാണ്. സോ ഷുവർ ക്വസ്റ്റ്യൻ ആണ് അൺടച്ചബിലിറ്റി എന്ന് പറയുന്നത്. ആ ഭാഗം നിങ്ങൾ പഠിക്കാതെ എക്സാമിന് പോവുകയേ ചെയ്യരുത്. ഒന്നുകിൽ ഇതിന്റെ ഏതെങ്കിലും 2 മാനങ്ങളായിട്ട്, ഇത്തരത്തിൽ ഒരു മാർക്കിന്റെ ക്വസ്റ്റ്യനൊക്കെ ആയിട്ട് ഏതെങ്കിലും 2 മാനങ്ങൾ എഴുതാൻ വരാറുണ്ട്. അല്ലെങ്കിൽ എന്താണ് അൺടച്ചബിലിറ്റി എന്നിങ്ങനെ അവയെ ഡിഫൈൻ ചെയ്തുകൊണ്ട് അതിന്റെ സവിശേഷതകളൊക്കെ എഴുതിക്കൊണ്ട് ഒരു 3-4 മാർക്കിനൊക്കെ ആയിട്ടും ചോദിക്കാറുണ്ട്. അപ്പോൾ പല രീതിയിൽ അൺടച്ചബിലിറ്റി ചോദിക്കാറുണ്ട്. വലിയ മാർക്കിലേക്കും 1-2 എ പാർട്ടും ബി പാർട്ടും ഒക്കെ വെച്ച് വലിയ മാർക്കിലേക്കും ഈ ചോദ്യങ്ങൾ നമ്മൾ പൊതുവെ കാണാറുള്ളതാണ്. എന്താണ് തൊട്ടുകൂടായ്മയുടെ ഏതെങ്കിലും 2 മാനങ്ങൾ എന്ന് പറയുന്നത്? അതിൽ നമുക്ക് 2 എണ്ണമായിട്ട് എക്സ്ക്ലൂഷനും എക്സ്പ്ലോയിറ്റേഷനും ആണ് മിസ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ബഹിഷ്കരണവും അതുപോലെ തന്നെ ചൂഷണവും. ഇത് രണ്ടും എന്താണ്, അൺടച്ചബിലിറ്റിയുടെ മാനങ്ങളാണ്. ഇതിങ്ങനെയല്ലാതെ ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ആയിട്ടും അതുപോലെ തന്നെ എന്താണ് നമ്മുടെ ഈ പദസൂര്യനിലെ ആ രീതിയിലൊക്കെ നമ്മൾ ഈ ക്വസ്റ്റ്യൻസ് ഒരുപാട് കാണാറുണ്ട്. സോ അൺടച്ചബിലിറ്റി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. ഇനി നമുക്ക് 5ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. ഡിഫൈൻ ആൻഡ് എക്സ്പ്ലെയിൻ ഫീച്ചേഴ്സ് ഓഫ് സിവിൽ സൊസൈറ്റി. സിവിൽ സൊസൈറ്റിയുടെ അല്ലെങ്കിൽ പൗരസമൂഹത്തെ നിർവചിച്ച് അതിന്റെ സവിശേഷതകൾ വിശദമാക്കാനുള്ള ഒരു ചോദ്യമാണ്. എന്താണ് സിവിൽ സൊസൈറ്റി അല്ലെങ്കിൽ പൗരസമൂഹം എന്ന് പറയുന്നത്? ഇതും പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. പൗരസമൂഹം എന്താണുള്ളത് ഡിഫൈൻ ചെയ്ത് അതിന്റെ സവിശേഷതകൾ വിശദീകരിക്കാൻ. അപ്പൊ നമുക്കറിയാം, സിവിൽ സൊസൈറ്റി എന്ന് പറയുമ്പോൾ നമ്മുടെ ഒരു കുടുംബജീവിതത്തിന്റെ സ്വകാര്യതയും അതുപോലെ തന്നെ രാഷ്ട്രീയ സാമ്പത്തിക മണ്ഡലത്തിനും പുറത്ത് എന്താണ് വ്യക്തികൾ പ്രവർത്തിക്കുന്ന വിശാലമായ സാമൂഹിക മേഖലയെയാണ് നമ്മൾ എന്ത് പറയുന്നത്, പൗരസമൂഹം അല്ലെങ്കിൽ സിവിൽ സൊസൈറ്റി എന്ന് പറയുന്നത്. അതായത് നമ്മുടെ കുടുംബങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ ബന്ധുക്കളുടെ ഇടയിലോ അല്ലെങ്കിൽ നമ്മൾ സ്ഥിരം ഇടപെടാറുള്ള സാമൂഹിക സാമ്പത്തിക മേഖലകളിലോ അല്ലാതെ മറ്റ് ചില പ്രവർത്തികളിലും അല്ലെങ്കിൽ മറ്റു ചില സംഘടനകളിലൊക്കെ ഏർപ്പെടുന്ന ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ ഈ ഒരു സിവിൽ സൊസൈറ്റി അല്ലെങ്കിൽ പൗരസമൂഹം എന്നുള്ളത് കൊണ്ട് പറയുന്നത്. അപ്പൊ ഇവിടെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ വ്യക്തികൾ സ്വമേധയാ ഒത്തുചേരുകയും അതുപോലെ തന്നെ സ്ഥാപനങ്ങളും സംഘടനകളും രൂപീകരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യുന്നു. അപ്പൊ ഇതൊരു വളണ്ടറി ആക്ടിവിറ്റി ആണ് അല്ലെ. സോ വളണ്ടറി അസോസിയേഷൻസ് ആണ് ആൻഡ് ഓർഗനൈസേഷൻ ഫോംഡ് ബൈ കൾച്ചറൽ, സോഷ്യൽ ഓർ റാദർ നോൺ കൊമേഴ്ഷ്യൽ ആൻഡ് നോൺ സ്റ്റേറ്റ് കളക്റ്റീവ് പെർസ്യൂട്ട്സ്. അപ്പൊ ഇതിനൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഇത് വളണ്ടറി അസോസിയേഷൻ ആണ്. സ്വമേധയാ ആളുകൾ വന്ന് കൂടിച്ചേർന്ന് രൂപീകരിക്കുന്നതാണ്. മാത്രമല്ല ഇതിനെന്തല്ല, നേരിട്ട് ഗവൺമെന്റിന്റെ ഒരു നിയന്ത്രണം ഉണ്ടായിരിക്കില്ല, അല്ലെങ്കിൽ ഗവൺമെന്റിന്റെ ഒരു ഓർഗനൈസേഷൻ ഒന്നും ആയിരിക്കില്ല ഈ ഒരു അതെന്ന് പറയുന്നത്. പിന്നെ സ്റ്റേറ്റ് ഫണ്ട് ഒന്നും അതിനുണ്ടായിരിക്കില്ല. അപ്പൊ ഇത്തരത്തില് മാധ്യമങ്ങളായിക്കോട്ടെ ഒക്കെ ചാനലുകളും ഒക്കെ എന്താണ് സിവിൽ സൊസൈറ്റിയുടെ ഭാഗമാണ്. പക്ഷെ ദൂരദർശൻ പോലുള്ള ഗവൺമെന്റ് ഫണ്ട് ചെയ്യുന്നത് ഒന്നും ഇതിലേക്ക് വരില്ല. പിന്നെ ഇതെന്തല്ല, പ്രോഫിറ്റ് മേക്കിംഗ് മാത്രമല്ല ഇതിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത്, ലാഭം ഉണ്ടാക്കുക എന്നുള്ളത് മാത്രമല്ല. അപ്പൊ ഇത്രയാണ് ഒരു പൗരസമൂഹത്തിന്റെ അല്ലെങ്കിൽ സിവിൽ സൊസൈറ്റിയുടെ സവിശേഷതകൾ എന്ന് പറയുന്നത്. ഈ പറഞ്ഞിട്ടുള്ള 5 ക്വസ്റ്റ്യൻസും വളരെ ഇമ്പോർട്ടന്റ് ആണ്. നിങ്ങൾ ഒരിക്കലും ഈ ക്വസ്റ്റ്യൻസ് പഠിക്കാതെ എങ്ങോട്ട് പോകരുത്, എക്സാം ഹാളിലേക്ക് പോകരുത്. സോ ഉറപ്പായിട്ടും ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ പഠിച്ചു വെക്കുക. അപ്പോൾ വീണ്ടും കൂടുതൽ ഷുവർ ക്വസ്റ്റ്യൻസും അതുപോലെ തന്നെ മറ്റു വീഡിയോകളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.